കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പിൽ കെഎസ്യുവിന് മേൽക്കൈ 10-ൽ 6 സീറ്റും കെഎസ്യു നേടി. 30 വർഷം നീണ്ട ഇടതാധിപത്യം തകർത്താണ് സെനറ്റിലേക്ക് ഇത്രയും പ്രതിനിധികളെ ജയിപ്പിക്കാൻ കെഎസ്യുവിനായത്. കേരള സർവകലാശാല കാര്യാലയത്തിലെ സെനറ്റ് ഹാളിന് മുന്നിൽ ഇടതടവില്ലാത്ത സംഘർഷം, വാശിയേറിയ വോട്ടിംഗ്. വോട്ടെണ്ണൽ തുടങ്ങിയതോടെ എസ്എഫ്ഐ കെഎസ്യു പ്രവർത്തകർ ഇരുവശങ്ങളിലായി നിലയുറപ്പിച്ചു. പലതവണ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി നേർക്കുനേർ വന്നു. ഒടുവിൽ 30 വർഷമായി തുടരുന്ന എസ്എഫ്ഐയുടെ കുത്തക തകർത്ത് 6 കെഎസ്യു പ്രതിനിധികൾ സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 3 പേരെയാണ് എസ്എഫ്ഐക്ക് ജയിപ്പിക്കാനായത്. വനിതാ എസ്എഫ്ഐ പ്രതിനിധിയെ ടോസിലൂടെയാണ് തെരഞ്ഞെടുത്തത്. എസ്എഫ്ഐ വോട്ടുകൾ ചോർന്നതാണ് കെഎസ്യു വിജയത്തിന് കാരണമെന്ന് ആരോപണമുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായി എസ്എഫ്ഐ ആരോപിച്ചു. സെനറ്റിലേക്ക് കൂടുതൽ വലത് പ്രതിനിധികളെ ജയിപ്പിക്കാനായതോടെ സർവകലാശാല സിൻഡിക്കേറ്റിലെ ഇടതു സാന്നിധ്യം കുറയുമെന്ന് ഉറപ്പായി. സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.